പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡ് രാഷ്ട്രീയ വിഷയമാക്കി ഉന്നയിക്കാൻ ഉറച്ച CPIM പിണറായി അറസ്റ്റ് ചെയ്യാത്തതെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യവും പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നതിന് പിന്നാലെ നടന്ന റെയ്ഡും ചേർത്ത് കോൺഗ്രസിനെ ലക്ഷ്യം വെച്ച് പ്രചാരണം നടത്താനാണ് CPIM നീക്കം. പിണറായി വിജയനെ കേസിന്റെ ഭാഗമാക്കിയാൽ പാർട്ടി നിയമപരമായി നേരിടും, അല്ലെങ്കിൽ വീണ തന്നെ നേരിടട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം. CPIM-ഉം BJP-യും തമ്മിൽ കേരളത്തിൽ ധാരണയുണ്ടെന്നും ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ലാവ്ലിൻ കേസ് അപ്പീൽ സുപ്രീം കോടതി പരിഗണിക്കാതിരുന്നതെന്നും മാസപ്പടി കേസിലെ SFI അന്വേഷണം വഴിയിൽ നിന്നതും എന്നുമെല്ലാമായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF-ന്റെ പ്രചരണം. അധികാരത്തിൽ നിന്ന് പിണറായി വിജയൻ പുറത്തുപോയതിന് പിന്നാലെ 8.5 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് രാഷ്ട്രീയ വിഷയമാക്കി UDF-നെതിരെ തിരിച്ചടിക്കാനാണ് CPM-ന്റെ തീരുമാനം. UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആരോപിച്ചതുപോലെ ഉണ്ടെങ്കിൽ പിണറായി വിജയന്റെ 2 വീടുകളിലും മകളുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ED എങ്ങനെ റെയ്ഡ് നടത്തുമെന്ന ചോദ്യമാണ് CPM ഉയർത്തുന്നത്. CPM BJP ഡീൽ എന്നത് തിരിച്ച് UDF-ന് നേരെ ഉന്നയിക്കുകയാണ് CPM. മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് ആദ്യം നരേന്ദ്രമോദിയെ V.D. സതീശൻ കണ്ടതിന് പിന്നാലെ നടന്ന റെയ്ഡിനെ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ തന്നെയാണ് CPM-ന്റെ നീക്കം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി V.D. സതീശൻ മുഖ്യമന്ത്രി അവിടെ എത്തിയത്. ഇപ്പോൾ ആ ഡീൽ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. BJP-യും UDF-ഉം തമ്മിലുള്ള V.D. സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ ഡീലാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് കേരളത്തിലെ CPM-നെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ആയുധമാണ്. ഈ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിനെ നിയമപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ഞങ്ങളിതിനെ ഫലപ്രദമായിട്ട് നേരിടുക തന്നെ ചെയ്യും. ED സംഘത്തിന് നേരെ ഇന്നലെ ആക്രമണമുണ്ടായതോടെ അവരുടെ തുടർ നടപടികൾ CPM പ്രതീക്ഷിക്കുന്നുണ്ട്. വീണയെ നോട്ടീസ് നൽകി കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുമോ എന്നതാണ് CPM ഉറ്റുനോക്കുന്നത്. അതിനൊപ്പം പ്രമുഖ വ്യക്തിയുടെ മകളായതുകൊണ്ടാണ് CMRL വീണ ടിക്ക് പണം നൽകിയതെന്ന ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലെ പരാമർശം ആയുധമാക്കി പിണറായിയെ ലക്ഷ്യം വെച്ച് ED പണി തുടങ്ങുമോ എന്നതും പ്രധാനപ്പെട്ടതായി പാർട്ടി കാണുന്നുണ്ട്. പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് നീങ്ങിയാൽ പാർട്ടി തന്നെ നിയമപരമായ നടപടിക്ക് നേതൃത്വം നൽകും, അല്ലെങ്കിൽ വീണ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടിലാണ് നേതൃത്വമുള്ളത്. എന്തായാലും ഹണിമൂൺ പീരീഡിൽ തന്നെ UDF സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള വിഷയം കിട്ടിയതുകൊണ്ട് അതിൽ പിടിച്ച് മുന്നോട്ട് പോകാനാണ് CPM-ന്റെ നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.